ഞാൻ കുറച്ച് ബോഡിയുടെ ഇമേജസ് കാണിക്കാം. അപ്പം ഈ ഇമേജസ് കണ്ടിട്ട് നിങ്ങൾ ഏത് ബോഡിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയണം. അപ്പം ഈ കാണിച്ചിരിക്കുന്ന കുറേ ബോഡീസ് ഉണ്ടല്ലോ, ഇതിൽ എയും ബിയും കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബി ചൂസ് ചെയ്യാം, ഒന്നെങ്കിൽ എ ചൂസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ചോയ്സ് ഇതാണ്, സെക്കൻഡ് ചോയ്സ് ഇതാണ്, തേർഡ് ചോയ്സ് ഇതാണ്. നിങ്ങൾ എല്ലാത്തിലും ബി ചൂസ് ചെയ്യാമെങ്കിൽ കൺഗ്രാജുലേഷൻസ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ബി ഇഷ്ടപ്പെടാൻ കാരണം, ഇല്ലെങ്കിൽ എയേക്കാളും കൂടുതൽ? കാരണം രണ്ടുപേരും ഫിറ്റാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ബീനെ ഇഷ്ടപ്പെടുന്നത്? അതിന് കാരണം എന്ന് വെച്ചാൽ എസ്തെറ്റിക് ലുക്കും ഫങ്ഷനാലിറ്റിയുമാണ്. ഇപ്പം നിങ്ങളൊരു UFC ഫൈറ്റർ എടുത്താലും ഒരു ഫുട്ബോളറിനെ എടുത്താലും നിങ്ങൾ ഏതൊരു സ്പോർട്സ് മേഖലയുള്ള ഒരാളെ എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും അവരൊക്കെ ഭയങ്കര അത്ലറ്റിക്കും ലീനും ആയിരിക്കും. അപ്പോൾ അവരുടെ ബോഡി ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം അവരുടെ ബോഡി ഭയങ്കര ഫങ്ഷണലാണ്. ഇപ്പോൾ അവരുടെ ബോഡി കൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. ഒരു ഫിറ്റ്നസ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യാം. പെട്ടെന്ന് ഒരു മല കയറി പോകാൻ പറ്റും, പെട്ടെന്ന് അങ്ങനെ ക്ലൈംബ് ചെയ്യാൻ പറ്റും കുറേ കാര്യമൊക്കെ. പെട്ടെന്ന് ഭയങ്കര കിതക്കത്തില്ല. പക്ഷെ ബോഡി ബിൽഡർ അങ്ങനെയല്ല. ബോഡി ബിൽഡർ ആകുമ്പം അവർ ഭയങ്കര വലുതായിരിക്കും, അവരുടെ ചെസ്റ്റൊക്കെ ഭയങ്കര അൺനാച്ചുറൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം അവരുടെ ബോഡി സൈസും അവർ മസ്കുലറും കാരണം അവർ ഫാറ്റ് മാൻ ഈക്വൽ തന്നെ ആയിരിക്കും. ഈക്വൽ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അവർക്ക് അവരുടെ ഹെൽത്ത് ഉണ്ട്, ബട്ട് അവർ ഫിറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ അത്രയും വലിയ മാസ് സൈസ് ഒരിക്കലും ഒരു എസ്തെറ്റിക് ലുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പം അവർക്ക് അതുകൊണ്ട് ആ ഒരു സൈസ് ഉള്ളതുകൊണ്ട് അവരെ ജിം ബ്രോസ് ആയിരിക്കും. അവർ ഭയങ്കര ഈ ജിമ്മ് മാത്രം ഡിപ്പെൻഡ് ആയിരിക്കും, അതിൻ്റെ അപ്പുറം അവരൊന്നും ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് വേറൊരു ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റത്തില്ല. ഇനി നിങ്ങൾക്കൊരു ഒരു അത്ലറ്റിക് ബോഡി ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 8 കാര്യം മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ നിങ്ങൾ ഷോൾഡറിൽ ഫോക്കസ് ചെയ്യും. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അത്ലറ്റ്സിൻ്റെ എല്ലാം ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ ഫുട്ബോളർ ആണെങ്കിൽ UFC ഫൈറ്റർ, MMA ഫൈറ്റർ, ഇല്ലെങ്കിൽ എന്ത് സ്പോർട്സ്, ഒരു റണ്ണിങ് അത്ലറ്റ് ആണെങ്കിലും ഒരു ഒളിമ്പിക് അത്ലറ്റ് ആണെങ്കിലും എല്ലാ ഷോൾഡേഴ്സ് നിങ്ങൾ നോക്കിയാണ്. ഷോൾഡേഴ്സ് ഭയങ്കര നല്ല വൈഡ് ഷോൾഡേഴ്സാണ്. അപ്പം ഇത് മസിൽ സൈസ് കാരണം കിട്ടുന്നതല്ല, ഇത് അവരുടെ പ്രവൃത്തി കാരണം കിട്ടുന്നത്. കാരണം അവർ ഏറ്റവും കൂടുതൽ അവരുടെ കൈനെ പുഷിനെ ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പം പുഷ് ചെയ്യുമ്പോൾ ഷോൾഡർ നല്ല ഡെഫിനിഷൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഈ ഷോൾഡർ ആ ഒരു ഷേപ്പിൽ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡംബിൾ പ്രസ് ചെയ്യാൻ പറ്റും ഷോൾഡറിന്. അധികം വെയിറ്റ് ഇട്ട് ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഡംബിൾ പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ പണ്ടത്തെ ആളുകളുടെ വർക്കൗട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചെസ്റ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ചെസ്റ്റ് ഇത്രയും വലുതാകാൻ കാരണം ഈ ബെഞ്ച് പ്രസ് മെഷീൻ കണ്ടുപിടിച്ച തൊട്ടാണ്. അപ്പം 1901 എന്ന് തോന്നുന്നു ഈ ചെസ്റ്റ് പ്രസ് മെഷീൻ കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് ആളുകൾ ചെസ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് ഈ അങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ ഈ ബ്ലഡ് ഫ്ലോ നടന്നതും പിന്നെ ഈ കേബിൾ മെഷീൻസൊക്കെ വന്നതിന് ശേഷം ഈ ചെസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് ഫ്ലോ ഒക്കെ സംഭവിച്ച് ഈ ചെസ്റ്റ് മസിൽസ് ഭയങ്കരമായിട്ട് വലുതാകാൻ തുടങ്ങിയത്. അപ്പോൾ അത് അത്യാവശ്യം ഭയങ്കര അൺനാച്ചുറൽ ലുക്കാണ്, നമുക്ക് നാച്ചുറൽ ലുക്കല്ല. നമ്മൾ ആത്ലറ്റിൻ്റെ ബോഡി ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ഒരു ചെസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിരിക്കട്ടെ, പക്ഷെ അവർ ഡെഫിനിഷൻ ഷേപ്പൊക്കെ കാണും. അപ്പോൾ അവരുടെ ഷോൾഡേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ ബോഡി ബിൽഡേഴ്സ് ഭയങ്കരമായിട്ട് ഈ ലാറ്റ് പുൾ ഡൗൺ ചെയ്യും. ഈ ലാറ്റ് പുൾ ഡൗൺ വർക്കൗട്ട് ഇല്ലേ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പം അതും ഈ ലാറ്ററൽ റേസ് നന്നായിട്ട് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഡൊറിറ്റോ ഷേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ലേസ് പോലത്തെ ഡൊറിറ്റോ, ആ ഒരു ഷേപ്പിലായിരിക്കും അവരുടെ ബാക്കൊക്കെ ഇരിക്കുന്നത്. ഒരു വി ഷേപ്പ് ആയിരിക്കും, ഭയങ്കര വി ഷേപ്പ് ആയിരിക്കും. അത് ഭയങ്കര അൺനാച്ചുറൽ ആണ്. അപ്പം ഇങ്ങനത്തെ വർക്കൗട്ട്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ അതിന് പകരം ഈ വെയ്റ്റഡ് ചിന്നപ്സും വെയ്റ്റഡ് പുള്ളപ്സ് ഒക്കെ ചെയ്യാൻ നോക്കുക. പുള്ളപ്സ് ചെയ്തിട്ട് ഒരു 10 പുള്ളപ്പെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ഇടാണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, 15 പുള്ളപ്പെങ്കിലും വെയിറ്റ് ഇടാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പതുക്കെ വെയ്റ്റഡ് പുള്ളപ്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ലുക്കും മസിൽസ് ഒരു നാച്ചുറൽ വേയിലെ ഡെവലപ്പ് ആകത്തില്ല, അങ്ങനെ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്യത്തില്ല. പിന്നെ ലെഗ്, നമ്മൾ ഈ വലിയ ബോഡി ബിൽഡേഴ്സിൻ്റെ ലെഗ്സ് ഒക്കെ നോക്കിയാൽ മതി. നിങ്ങൾ ബോഡി ബിൽഡേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര വലുതാണ്. എന്ന് വെച്ചാൽ അവരുടെ ലെഗിലേക്ക് ഭയങ്കര ബ്ലഡ് ഫ്ലോ ചെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിയ വെയിറ്റ് ഒക്കെ ഇട്ട് സ്ക്വാട്ടും ലെഗ് പ്രസ്സും ലെഗ് എക്സ്റ്റൻഷനും ലെഗ് കേളും അഡക്ടറും അബ്ഡക്ടറും ഇതെല്ലാം മെഷീൻസ് ചെയ്ത് ഈ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ്. സ്പെസിഫിക് മസിൽസിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുതൽ കൊണ്ടുവന്ന് അവിടെ ആ മസിൽസിനെ ഭയങ്കരമായിട്ട് ഹൈപ്പർട്രോഫി എന്ന് വെച്ചാൽ മസിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് മെഷീൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെഷീൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ട്രെയിൻ ചെയ്താൽ നമുക്കൊരു ഒരു അത്ലറ്റിക് ലെഗ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ മെഷീൻസ് എന്ന് വെച്ചാൽ നമുക്ക് മസിലിന് മാത്രമേ വളർച്ച വരുന്നുള്ളൂ, നമുക്ക് അവിടെ പെർഫോമൻസും ഫങ്ഷനാലിറ്റി ഒരിക്കലും വരുന്നില്ല. അപ്പം നിങ്ങൾ അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് കൂട്ടത്തിൽ നിങ്ങൾ സിംഗിൾ ലെഗ് എന്ന് വെച്ചാൽ നമ്മുടെ ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്, അല്ലെങ്കിൽ ഗോബ്ലറ്റ് സ്ക്വാട്ട്, അല്ലെങ്കിൽ നമുക്ക് ലാൻഡ് മൈൻ സ്ക്വാട്ട് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തി അല്ലെങ്കിൽ CC സ്ക്വാട്ട്, പിന്നെ ഈ സൈഡ് ടു സൈഡ് സിറ്റ്സ്, അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭയങ്കര എക്സ്പ്ലോസീവാണ്. നിങ്ങളുടെ ഒരു കാലിലാണ് കിട്ടുന്നത്, എൻഡ്രൻസ് കൂടും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ലെഗിന് ഒരു ലീനും എന്ന് വെച്ചാൽ നല്ലൊരു പക്ക ഡെഫിനിഷൻ ആയിട്ടുള്ള ലുക്കും കിട്ടും. പിന്നെ ഈ 4ാമത്തെ കാര്യം ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും മെയിൻ കാര്യം. നിങ്ങൾ ജിമ്മ് ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമല്ലോ, ബോഡി വെയിറ്റ് ആണെങ്കിലും ജിമ്മാണെങ്കിലും,
അതും ഏതെങ്കിലും ഒരു സ്പോർട്സുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ ആഴ്ചയിൽ 6 ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 3 ദിവസം സ്പോർട്സ് ചെയ്യുക, 3 ദിവസം വെയിറ്റ് ട്രെയിൻ ചെയ്യുക. നിങ്ങൾക്ക് സ്പോർട്സ് കാരണം നഷ്ടപ്പെടുന്ന എന്താണെങ്കിലും അത് ജിമ്മിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ജിമ്മ് കാരണം നഷ്ടപ്പെടുന്ന എന്ത് കാര്യമാണെങ്കിലും അത് സ്പോർട്സിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് നിങ്ങൾ നിങ്ങളുടെ ജിമ്മിൻ്റെ കൂട്ടത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നിങ്ങളുടെ ബോഡി പക്ക ആത്ലറ്റിക്കും അതുപോലെ തന്നെ ഫങ്ഷനാലിറ്റി ആയിട്ടുള്ള ബോഡി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റ് ഒരു മെയിൻ കാരണമാണ്. ഈ ബോഡി ബിൽഡേഴ്സൊക്കെ തിന്നുന്ന പോലെ വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഈ ട്രെയിനേഴ്സ് ക്ലയൻസിന് കൊടുക്കുന്നത് 5, 6, 7 മീലൊക്കെ ഒരു ദിവസം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ മെയിനായിട്ട് ആ ബോഡി ബിൽഡിങ് സ്റ്റൈലിലാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം മസിൽസ് കയറി ഭയങ്കരമായിട്ട് ആ ബോഡി ബിൽഡിങ് ഇതുപോലെ തന്നെ നമ്മൾ കോഴിയെ പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വളർന്ന് വരത്തേ ഉള്ളൂ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എസ്തെറ്റിക് ലുക്ക് കാണത്തില്ല, നമുക്ക് ഫങ്ഷനാലിറ്റിയും കാണത്തില്ല. നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ നമ്മളിരിക്കും, കുറേ മസിൽ തേത്തുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ലീനായിട്ടുള്ള ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് പ്രോട്ടീൻ കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കാർബ് ഇല്ലെന്നല്ല, കാർബ് കഴിക്കണം, വളരെ കുറച്ച് കഴിക്കുക. നിങ്ങളൊരു ഇപ്പോൾ ബോഡി ബിൽഡേഴ്സ് വെച്ചാൽ എന്താ, അവർ ഓഫ് സീസൺ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ചീർത്തിരിക്കും. അവർ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഷ്രെഡറായിട്ടിരിക്കും. ഇത് രണ്ടിൻ്റെയും സൈക്കിളിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ലൈഫിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഭയങ്കര ടെൻഷനാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ട്രെസ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്കൊരു ലീനായിട്ടുള്ള ബോഡി എക്കാലം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അത്ലറ്റിക് ബോഡിയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ 6ാമത്തെ കാര്യം നമ്മുടെ ടെൻഡൻ ലിഗമെന്റ്സ് ഒക്കെ ഫങ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടാക്കുക. ഇപ്പം നമ്മൾ സ്പോർട്സ് ചെയ്യുവാണെങ്കിലും എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഒരു ബോഡി ബിൽഡറിന് പെട്ടെന്ന് ഒരു മല ക്ലൈംബ് ചെയ്യാൻ ഒരു ക്ലൈംബറിനെ പോലെ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് നല്ല മസിൽസ് ഉണ്ട്, നല്ല സ്ട്രോങ് ആണ്. പക്ഷേ അവരുടെ ടെൻഡൻസ് ലിഗമെന്റ്സ് അതുപോലെ സ്ട്രോങ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ടെൻഡൻസിനെയും ലിഗമെന്റ്സിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും, ഇപ്പോൾ സ്പോർട്സ് എന്ത് ചെയ്താലും, ഫുട്ബോൾ ചെയ്താലും, ബാഡ്മിൻ്റൺ ചെയ്താലും, ടെന്നീസ് ചെയ്താലും, ക്രിക്കറ്റ് ചെയ്താലും, MMA ചെയ്താലും നമുക്ക് ഇഞ്ചറി വരാനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക, നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങിൽ ഇവിടെ നിങ്ങളുടെ ടെൻഡൻ ലിഗമെൻ്റൊക്കെ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ 7ാമത്തെ മെയിൻ കാര്യം വെച്ചാൽ ജിമ്മിലുള്ള ജാർഗൻസ് ആയിട്ടുള്ള മെഷീൻസ് ഒഴിവാക്കുക. ഇപ്പോൾ വേണ്ടാത്ത കുറേ മെഷീൻസ് ഉണ്ട്. ഇപ്പം മെയിനായിട്ട് ഞാൻ മെഷീൻസിൻ്റെ ഒന്നിൻ്റെയും പേര് പറയാനില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പം ഇങ്ങനത്തെ കുറേ അൺനാച്ചുറൽ ആയിട്ടുള്ള മസിൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന മെഷീൻസ് മാറ്റുക. എന്നിട്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആവുന്ന ഇപ്പോൾ ബാർബലാണെങ്കിലും ഡംബലാണെങ്കിലും പ്ലേറ്റ്സ് ആണെങ്കിലും ഇത്രയും മതി നിങ്ങൾക്ക് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ. അതുമാത്രമല്ല ഒരു പുള്ളപ്പ് ബാറും ബാർബലും ഡംബലും കുറച്ച് പ്ലേറ്റ്സും മതി നിങ്ങൾക്ക് സത്യത്തിൽ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാം. പിന്നെ കുറേ ബോഡി വെയിറ്റ് എക്സസൈസും മതി. അപ്പം ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് ബോഡി ബിൽഡിങ് സ്ഥലത്തുള്ള കുറേ മെഷീൻസും അതൊക്കെ നല്ലതാണ്, ഞാൻ ചീത്തയെന്ന് പറയുന്നില്ല. അതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മസിൽസും ടെൻഡനൊക്കെ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. പക്ഷേ ഒരു അത്ലറ്റിക് ബോഡി ആണെങ്കിൽ നിങ്ങൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ മെഷീൻസിനെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഡംബലിലും ബാർബൽസിലും കെറ്റർബൽസിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ 8ാമത്തെ കാര്യം വെച്ചാൽ ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ എന്നാലും നിങ്ങളുടെ ഡ്രസ്സിങ്. ഇപ്പം ഭയങ്കര ബോഡി ബിൽഡേഴ്സൊക്കെ ഇടുന്ന ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ഭയങ്കര ടൈറ്റാണ് ഇടുന്നത്. അപ്പോൾ ഈ ടൈറ്റ് ഇടുമ്പോൾ ആളുകൾ എപ്പോഴും ഇത് കണ്ട് ആൾക്ക് അത് മതിയാവും. ആളുകൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതുകൊണ്ട് ഈ സൈസ് മാത്രമേ ഉള്ളൂ, ഫങ്ഷനാലിറ്റി ഒന്നും ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു അത്യാവശ്യം ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ ആളുകൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ സാധാരണ മനുഷ്യനെ പോലെ തന്നെ വന്നു, പക്ഷെ ഫിറ്റായിട്ട് വന്നു. പക്ഷേ നിങ്ങൾ നിങ്ങൾ ആ ഒരു നിമിഷം നിങ്ങൾ ആ ഒരു ഡ്രസ്സ് ഊരി കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് ഭയങ്കര ടോണ്ടായിട്ടിരിക്കും. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നും. അപ്പോൾ ആളുകൾക്ക് എന്തോ ഒരു ഇവനെന്തോ ഉണ്ട്, ആ ഒരു ക്യൂരിയോസിറ്റി നിൽക്കും. അപ്പോൾ അതാണ് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ 8ാമത്തെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് സ്റ്റിൽ വർക്ക്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.